ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കാരും നമസ്കാരം. അതെ നമസ്കാരം. ഞങ്ങൾ ഇപ്പം മെൽബൺ എയർപോർട്ടിലോട്ട് പോവാണ്. പപ്പായ അമ്മയും കൊണ്ടുവരാനല്ല അല്ലേ, അതിന് മുമ്പേ നമ്മുടെ ഒരു ഉറ്റ ചങ്ക് വരുന്നുണ്ട്. നമ്മുടെ ദിലുവും നമ്മുടെ അഞ്ജുവും മുത്തുമണിയും നമ്മുടെ വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ ഗ്രാമങ്ങൾ കണ്ടുമടുത്ത ഒരു വിക്ടോറിയൻ ഗ്രാമങ്ങളിലേക്ക് വരികയാണ് അല്ലേ. ഗ്രാമങ്ങൾ മുഴുവൻ ഗ്രാമങ്ങളാണ്. അപ്പോൾ അവരെ കൊണ്ടുപോകാനുള്ള ഒരു യാത്രയാണ്. നമ്മൾ എയർപോർട്ടിലോട്ട് പോയിട്ട് തുടർന്നുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ നിൽക്കുന്ന ഇതല്ലേ, ഇതൊക്കെ ആപ്പിള് പൂത്തു. ആപ്പിള് റോഡ് സൈഡിൽ ആപ്പിള് പൂത്ത് വരുന്നു. കാരണം ഇനിയിപ്പം ഒരു ഫെബ്രുവരി മാസം ആകുമ്പോഴാണ് ആപ്പിള് റോഡിന്റെ സൈഡിൽ മുഴുവൻ പഴുത്ത് നിൽക്കുന്നതാണ്. ആപ്പിളും ഈ വൈൽഡ് പ്ലമ്മും ഒക്കെ ഇപ്പൊ ഏകദേശം പൂത്ത് വരുന്നുണ്ട്. ആ മോള് നിൽക്കുന്നുണ്ട്, അതൊക്കെ ആപ്പിളിന്റെ ആപ്പിള് അതെല്ലാം ആപ്പിളാണ്. ഇതുവഴി ഒരു ഡ്രൈവ് എന്ന് പറയുന്ന ഒരു ഒന്നൊന്നര ഡ്രൈവ് തന്നെയാണ് അല്ലേ. അപ്പൊ ഇവന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതുവഴി പോകുമ്പോൾ യാതൊരു ട്രാഫിക്കും ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ റൂട്ട് ഇപ്പോൾ പിടിക്കുന്നത്, മെയിൻ റോഡിൽ കൂടെ പോകാതെ. വേറെ കാര്യങ്ങളുണ്ട്, മനസ്സിന് നല്ല കുളിർമയും കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള ട്രാഫിക് ഇല്ലാത്ത റോഡിൽ കൂടെ പോകണം. അത് ശരിയാ. ഇതാണ് ഈ മെൽബൺ വെതർ അല്ലേ. നമ്മൾ വീട്ടിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല മഴ, ഇച്ചിരി കഴിഞ്ഞപ്പം ഇച്ചിരി ഫോഗിയായിട്ടൊക്കെ നമ്മൾ അതുവഴി ഇങ്ങനെ വന്നപ്പം ചെറിയൊരു ക്രൗഡ് വന്നപ്പോഴത്തേക്ക് ഒരു ഇച്ചിരി തണുപ്പ് പോലെ ഉണ്ടായിരുന്നു. അതെ അതെ, ഇപ്പം മഴ പെയ്യുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ വെതർ ഉണ്ട്, അങ്ങോട്ട് നോക്കി. ഇപ്പോഴത്തെ ഉണ്ടല്ലേ, ഇപ്പൊ നല്ല കിടു വെതറാണ്. ഇങ്ങനെ മഴ പെയ്തതായിട്ട് ഒന്നും നമുക്ക് അനുഭവപ്പെടാറില്ല. നമ്മുടെ ഏകദേശം മെൽബൺ സിറ്റി എത്താറായി. വെസ്റ്റ് ബ്രിഡ്ജ് ഒക്കെ ഏകദേശം എത്തും. ജമ്പറും വേണ്ടൊന്നും വേണം, അല്ലെ കിടിലം വെതർ. ഇപ്പം മഴ പെയ്തതായിട്ടൊന്നുള്ള ഒരു തോന്നൽ വരും അല്ലേ. അതാണ് മെൽബൺ വെതർ, വിക്ടോറിയൻ വെതർ എന്ന് പറയുന്നത്. പ്രത്യേകം എസ്പെഷ്യലി നമ്മുടെ ഇപ്പുറത്തോട്ടുള്ള സൈഡിലെ എപ്പോഴും നമ്മൾ ഇതുവഴി വരുമ്പോൾ ഒരു വളരെ ബ്യൂട്ടി അല്ലേ. അടിപൊളിയല്ലേ. ഓക്ലാൻഡ്സിന് വേണ്ടി താഴോട്ട് പോവാം. നമുക്ക് പോകേണ്ടത് മെൽബൺ എയർപോർട്ട്. ആ ദ്വാരത്തിൽ കൂടെ കയറി വേണം അപ്പുറത്തോട്ട് ഇറങ്ങാനായിട്ട്. നമുക്ക് അപ്പുറത്ത് നിൽക്കണം. ഇനി ഇതാണ് നമ്മുടെ മെൽബൺ എയർപോർട്ടിലോട്ടുള്ള വഴി. ഇവിടുന്ന് ഒരു ശകലം തെറ്റിപ്പോയാൽ നമ്മൾ ജീലോങ് ചെല്ലും. പോകണ്ട. ഇന്നാൾ ആദ്യം ഇത്രയും നല്ലത് വർഷങ്ങൾക്ക് നമ്മൾ വന്നപ്പോൾ നമ്മൾ തെറ്റിപ്പോയതാ. കറക്റ്റ് എയർപോർട്ട്. അങ്ങനെ കുറച്ച് നേരത്തെ ഓടിച്ച ശേഷം നമ്മൾ മെൽബൺ അല്ലേ. അയ്യോ, മെൽബൺ എത്തി. തണുക്കുന്നില്ലേ? തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. ഫ്ലൈറ്റൊക്കെ പൊങ്ങുന്ന കാണാം. അവരുടെ വരുന്നത് വെർജിനാണ് വരുന്നത്. ഡൊമസ്റ്റിക് ടെർമിനൽ 3-ലാണ്. നമുക്കിനി ഇവിടുന്ന് ഇറങ്ങി താഴോട്ട് ചെല്ലണം. ഉണ്ടോ, ഇവിടുന്ന് അപ്പുറത്തോട്ട് ചെല്ലണം. ഇടവഴി എന്ന അപ്പുറം വഴി ഇറങ്ങണം. പാർക്ക് റോയലിൻ്റെ ഹോട്ടലാണ് ഇത് കാണുന്നത്. നമുക്ക് ഇവിടുന്ന് ഫ്ലൈറ്റൊക്കെ പൊങ്ങുന്ന റൺവേന്നൊക്കെ പൊങ്ങുന്ന ചില സമയങ്ങളിൽ ഇവിടെ നിന്ന് കാണാൻ പറ്റും. കുറച്ച് ഫ്ലൈറ്റുകളൊക്കെ അവിടെ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോയാലോ. പോകാം. നമ്മൾ വെയിറ്റിങ്ങിലാണല്ലേ എയർപോർട്ടിനകത്ത്. ടെർമിനൽ 3 ഇപ്പം വലിയ തിരക്കൊന്നും ഇല്ലല്ലേ. അവരിപ്പോൾ ഇതുവഴി ഒരു ഫ്ലൈറ്റ് ലാൻഡായിട്ടില്ല. ലാൻഡായി കഴിഞ്ഞ് ഇപ്പോൾ വരും. നമ്മുടെ വെളിയിൽ വെച്ചേക്കുന്നുണ്ടല്ലോ നമ്മുടെ മെൽബൺ എന്നുള്ള ഈ ദീപാവലിയുടെ സൈൻ. അവർ ഓരോ സമയത്ത് ഓരോ തീം മാറ്റും. രാത്രി കാണാൻ വളരെ രസമാണ്. അതിൻ്റെ ഇതും എല്ലാം കൂടെ മറ്റേ ലൈറ്റിങ്ങും എല്ലാം കൂടെ കൂട്ടി വളരെ രസമാണ് അത്. അപ്പോൾ നമ്മുടെ ദിലു ഒക്കെ ബൈ ഒന്നേക്കാണ്. എങ്ങനെയുണ്ട് പുറത്ത് മെൽബൺ തമ്മിലല്ലേ തണുപ്പ് കൂടുതലുണ്ടല്ലേ? തണുപ്പ് കൂടുതലുണ്ട്. പക്ഷേ നാളെ തൊട്ട് നിങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം മഴ കരഞ്ഞ് തീർത്തു. കാരണം എന്താ പറയുക, മഴ 3 ദിവസം മഴയായിരുന്നു. ഇനിയിപ്പോൾ എനിക്ക് ഈ ആഴ്ച നല്ല വെതറാന്ന് തോന്നുന്നു. അഞ്ചു ആദ്യമായിട്ട് മെൽബൺ അല്ലേ. മുത്തുമണി നീ ആദ്യമായിട്ടാണ് അഞ്ചുവേ മെൽബൺ ആദ്യമായിട്ടല്ലേ വരുന്നത്? അതെ അതെ, ആദ്യമായിട്ടാണ്. മെൽബൺ സിറ്റികൾ അമ്പരചുംബികളാ കെട്ടിടങ്ങൾ കണ്ടില്ലേ?
അതായത് പെർത്തിന്റെ മൂത്ത ഏട്ടനാണ് ഈ മെൽബൺ. അപ്പോൾ ഇന്നലെ വൈകിട്ട് നമ്മൾ എയർപോർട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ എത്തിയല്ലേ? അഞ്ചു എങ്ങനെയായിരുന്നു യാത്രയൊക്കെ? കുഴപ്പമില്ലല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞ ദില്ലു വെക്കണ്ടായിരുന്നു. ഓക്കെ ആണോ? അടിപൊളിയായിരുന്നു ആണല്ലേ? അതായത് വിക്ടോറിയൻ ഗ്രാമങ്ങളിലേക്ക് അല്ലേ? ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്ക എന്ന് പറയുന്ന കണക്കെ വെസ്റ്റേൺ ഓസ്ട്രേലിയൻ ഗ്രാമങ്ങളിൽ വിട്ട് വിക്ടോറിയൻ ഗ്രാമങ്ങളിലേക്കുള്ള ഹരിതാപത്തിലേക്ക്. അതെ അതെ. അല്ല അവിടെ ഇപ്പൊ എന്നാ രസമായിരുന്നു ആ സമയത്തൊക്കെ. എപ്പോഴും പച്ചപ്പല്ലേ? എപ്പോഴും പച്ചപ്പ്. എടി മുത്തുമണി എങ്ങനെ അവള് പോവാ? അവൾക്ക് നാണോ? അപ്പോൾ നമുക്ക് ഇന്ന് ഫിലിപ്പൈനിലൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകാലോ? ഓക്കെ. ഇത് തൊട്ടടുത്ത സ്ഥലമാണ്, ഏകദേശം ഒരു 30 കിലോമീറ്റർ തന്നെ മുപ്പുള്ളൂ. നമ്മുടെ ഈ പൊന്താഗയുടെ ഒക്കെ സ്വന്തം അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ചെറിയ ഐലൻഡാണ്, കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അങ്ങോട്ട് പോകാലോ? ഓക്കെ. അത് ഞങ്ങൾ ഫിലിപ്പൈനിൽ വന്നേക്കാണ്. ഫിലിപ്പൈൻ ഇതിലും ഇതുണ്ടല്ലോ, ആ കാണുന്ന ബ്രിഡ്ജില്ലേ, അതാണ് നമ്മളെ ഫിലിപ്പൈലൻഡും നമ്മുടെ സാൻട്രിമോ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ഇത് രണ്ടും ബന്ധിപ്പിക്കുന്ന സ്ഥലം. ഈ റെസ്റ്റോറൻറ്റ് ഭയങ്കര ഫേമസ് ആണ്, ഈ സാൾട്ട് വാട്ടർ എന്ന് പറയുന്നത്. ഞാൻ വന്ന അവിടെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇപ്പം അൺഫോർച്ചുനേറ്റ്ലി ഓപ്പൺ ആണല്ല, അല്ലെങ്കിൽ കയറി കഴിക്കാറുണ്ടെങ്കിലും. ഗ്രാൻഡ് അപ്പുറത്ത്, അത് നമുക്ക് പോവാം, ഇച്ചിരി അപ്പുറത്ത് പോവാം. ഇത് ചെറിയൊരു കാറ്റുണ്ട്, അല്ലെങ്കിൽ നല്ല സുഖമായി ഈ വെയിലത്ത് നിൽക്കാനായിട്ടേ. നല്ല കാറ്റായിരുന്നു, നല്ല കാറ്റാ. കാറ്റില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. കാറ്റാണ് പ്രശ്നം, ചെറിയ കാറ്റിൻ്റെ ഒരു ആധിക്യമുണ്ട് ആണല്ലേ. അതാണ് ഈ പാലമാണ് നമ്മുടെ ഫിലിപ്പ് ഐലൻഡും ആ സാൻട്രിമോ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. അത് സാൻട്രിമോ ഇത് ഫിലിപ്പ് ഐലൻഡ്. ബസ്സൊക്കെ പോകുന്നുണ്ടല്ലോ, നമ്മുടെ ബി ലൈൻ്റെ ബസ്, അത് മെൽബണിൽ പോകുന്ന ബസ്സാണ്. ഫിലിപ്പ് ഐലൻഡ് അവിടെ നിന്ന് സ്റ്റാർട്ടിംഗ് ഉണ്ട് ബസ്. ഇത് ഇച്ചിരി കൊണ്ട് നീങ്ങി നിൽക്കുന്നുണ്ട്. ഇതാണ് ഞാൻ ഈ പറഞ്ഞ സാൾട്ട് വാട്ടർ റെസ്റ്റോറൻറ്റ്. പക്ഷേ ഇപ്പം അത് അൺഫോർച്ചുനേറ്റ്ലി അടപ്പാണ്, ക്ലോസ്ഡാണ്. ഭയങ്കര രസമാണ്. നമ്മുടെ ഈ അതിനകത്ത് കയറി കഴിഞ്ഞാലേ തുറക്കും. ഇപ്പം അൺഫോർച്ചുനേറ്റ്ലി പറഞ്ഞാൽ ഇപ്പം നമ്മൾ രാവിലെ അല്ലേ, ഉച്ച കഴിഞ്ഞാൽ തുറക്കുന്നത്. അതിൽ 11:30 തൊട്ടാന്ന് തോന്നുന്നു എനിക്കൊന്ന് പ്രാവർത്തികമാകുന്നു തോന്നുന്നു. പ്രവർത്തനരഹിതമല്ല, പ്രവർത്തിക്കുന്നതാ. അങ്ങനെ പ്രവർത്തനരഹിതം എന്ന് പറഞ്ഞാൽ ഇല്ലെന്നുള്ളതാണ്. ഇവിടെ ഇതാണ് ഞങ്ങൾ മീൻ പിടിക്കുന്ന ഒരു സ്ഥലം. ഏതാ ഞാൻ ജിജോയൊക്കെ വന്ന് ഇഷ്ടംപോലെ മീൻ പിടിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് ഈ ജെട്ടി. പക്ഷേ അത് അൺഫോർച്ചുനേറ്റ്ലി ഇത് ക്ലോസ്ഡ് ആണ്. കണ്ടില്ലേ? ബ്ലാക്ക് സ്വാൻ ഇഷ്ടംപോലെ ഉണ്ട് അവിടെ. ബ്ലാക്ക് സ്വാൻ ഉണ്ട്, ഭയങ്കര രസമാണ് കാണാൻ. അല്ലേ അഞ്ച്? കാണാൻ സൂപ്പർ അല്ലേ? അല്ലേ? ഇവിടെ വീട് മേടിക്കുന്നോ? പൊളിയാ കേട്ടോ. അതെന്നാ അറിയാം, എപ്പോഴും ഇല്ല തണുപ്പ്, എപ്പോഴും ഇല്ലെന്ന്. തണുപ്പിൻ്റെ കാര്യം നിങ്ങൾ പേടിക്കണം. തണുപ്പൊന്നും അതിപ്പോൾ ഇങ്ങനെ അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനെ ഏട്ട സമയങ്ങളിൽ ഈ കാറ്റുണ്ട്, ചെറിയ കാറ്റ് കണ്ടില്ലേ? അല്ലെങ്കിൽ നല്ല സുഖമാണ്. ഇപ്പം ലോ ടൈഡാണ്, കണ്ടില്ലേ? ഇവന്മാർ പറന്ന് പൊങ്ങുന്നുണ്ടല്ലോ, പെലിക്കൻസ് ഇഷ്ടം പോലുള്ള സ്ഥലമാണ് ഇത്. അവിടെ അമ്മമാർ ഇപ്പം അവർ പറന്ന് അമ്മമാർ അപ്പം തീറ്റ കൊടുക്കുന്ന സമയമാവേ. ആൾക്കാർ വന്ന് അവിടെ തീറ്റ കൊടുക്കും അപ്പുറത്തെ സ്ഥലത്ത്. നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് വിട്ടാലോ? ഓക്കെ അല്ലേ? അങ്ങനെ നമ്മൾ അവിടുത്തെ ബ്രിഡ്ജ് കണ്ടു വന്നിട്ട് എത്തി നിൽക്കുന്നത് എവിടെയാണ് ദിലു? ഫിലിപ്പൈൻലാന്ന് മനസ്സിലായി കേട്ടോ. ഇത് ഗ്രാൻഡ് പ്രീ നടക്കുന്ന സ്ഥലമാണ്. ഭയങ്കര വേൾഡ് ഫേമസ് ആണ് ഈ ഫിലിപ്പൈൻ ഗ്രാൻഡ് പ്രീ എന്ന് പറഞ്ഞാൽ. ഞാൻ നമ്മുടെ സുഹൃത്തിയോട് വർക്ക് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ഉണ്ടോ എന്ന് എനിക്കറിയാൻ പറ്റില്ല ഇപ്പം. അതിൽ നമുക്ക് കയറി നോക്കാം. പിന്നെ ഈ ദിലു കണ്ടില്ല, നമ്മളെ പറയല്ലേ ഈ മീൻ ഇങ്ങനെ, അല്ല നമ്മുടെ പൂച്ച വന്ന് ഈ മീൻ മണത്ത് നിൽക്കുന്നത്. ദിലുവിന് ഈ ബൈക്ക് എവിടെ കണ്ടാലും ഭ്രാന്ത അല്ലേ? ബൈക്ക് കണ്ടിട്ടാണ് തോന്നുന്നു. ബൈക്കൊക്കെ ഓടിക്കാൻ പറ്റിയ സ്ഥലമല്ലേ വിക്ടോറിയ? അടിപൊളിയാ, സൂപ്പർ അല്ലേ? ഭയങ്കര ബൈക്ക് ഓടിക്കണമല്ലേ? നമുക്ക് ആരെങ്കിലും ചോദിച്ചു നോക്കാം. ബൈക്ക് കൊണ്ട് എനിക്ക് പക്ഷേ അതിന്റെ പുറത്തിരുന്ന് പോകാൻ പേടിയാ. അല്ലെങ്കിൽ നമുക്ക് സെറ്റാക്കാം. നമുക്ക് അകത്തോട്ട് കയറിയാലോ? ഓക്കെ, പോകാൻ അകത്തോട്ട് കയറിയാലോ? അപ്പോൾ ഞങ്ങളെല്ലാം അകത്തോട്ട് കയറിയാണ്. മുത്തുമണി, നിനക്ക് ഇഷ്ടമുണ്ട് ബൈക്ക്? യു ലൈക്ക് ബൈക്സ്? ദിലുവേ, ഞാൻ പറഞ്ഞില്ല നമ്മുടെ സുഹൃത്ത് ഇവിടെ രൂപേഷ് എല്ലാവർക്കും ഒരു ഹായ്. രൂപേഷ് നമ്മുടെ ഇവിടെ ഈ ഗ്രാൻഡ് പ്രീ ഒക്കെ നമുക്ക് ഫ്രീ ടിക്കറ്റ് തരുന്ന. ഇപ്രാവശ്യം വേണേ വരായിരുന്നു, അടുത്ത പ്രാവശ്യമാണ് നമുക്ക് സെറ്റ് ആക്കാൻ. നേരത്തെ വന്നാലല്ലേ? പുള്ളി ഭയങ്കര ബൈക്ക് ഭ്രാന്തന, ഇവരും ബൈക്ക് ഭ്രാന്തന. നിങ്ങൾ രണ്ടുപേരും ഭയങ്കര രണ്ടും ഭ്രാന്തന്മാരാ. കാറും അല്ലേ? എങ്ങനെ ജോലിയൊക്കെ ഓക്കെ അല്ലേ? ഇപ്പൊ ഇവിടെ ഇത് ചെറിയൊരു എന്തോ കാറിന്റെ എന്തോ നടക്കുന്നു അല്ലേ? ട്രാക്ക് ഡേ അല്ലേ? ഓക്കെ, സ്പോർട്സ് കാർ. നമുക്കത് പെട്ടെന്ന് പോയി കണ്ടാലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാൻഡ് പ്രീ നടക്കുന്ന സ്ഥലം അല്ലേ? ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഈ വണ്ടി നമ്മൾ ബും 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 പോകുന്ന മാത്രം കാണാം. 5 അങ്ങനെ സ്ഥലം, ആ ബീച്ചും കാര്യങ്ങളെല്ലാം കണ്ടില്ലേ? ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് സ്ഥലം. 911 അല്ലേ? അത് 911 അല്ല, അത് പോഷ് 911 അല്ലേ? 911 സൂപ്പർ, ഭയങ്കര രസമല്ലേ? ഇപ്പൊ കടലിലെ കളറൊക്കെ മാറിയിട്ടുണ്ടല്ലേ? നല്ല രസമല്ലേ? ഈ
ഇതാണ് ഇവിടെ ഈ നമുക്ക് ഡ്രോൺ ഒന്നും പുറത്താൻ പറ്റില്ല, ഈ ഹെലികോപ്റ്റർ ഒക്കെ പോകുന്നുണ്ടേ. ഡ്രോൺ എല്ലാം റെസ്ട്രിക്റ്റഡ് ആണ്, അല്ലെങ്കിൽ പാർത്തിയാൽ ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഇത് എടാ ദിലു, ഇതിനകത്തുണ്ടല്ലോ ഇഷ്ടംപോലെ ബൈക്കുകളുണ്ടല്ലേ, കുറച്ച് ബൈക്കുകളില്ലേ ഒരു പക്ഷേ അതിനകത്ത് നമുക്ക് കാണാതെ. കാരണം ദില്ലിന് അതിന്റെ ഭ്രാന്താണ്, ബൈക്ക് എന്ന് പറഞ്ഞാൽ ഭ്രാന്താണ്. വാലന്റീന റോസി അറിയാം, പിന്നെ റോസിന്റെ ബൈക്ക് ഉണ്ട്, ജയിച്ച ബൈക്ക്. നമുക്ക് ഡ്രൈവർ ഇവിടെ കാർ ഓടിക്കുന്ന സമയത്ത് ആക്സിഡന്റ് ആയിട്ട് മരിച്ചു. അയാളുടെ ബൈക്ക് ഇപ്പൊ ലാസ്റ്റ് വീക്ക് എവിടെ കൊണ്ട് തന്നത് ഫാമിലി ഇതായിട്ടല്ലേ. ദിലുവേ, ഇത് സൂപ്പർ അല്ലേ? നിനക്ക് ഈ ബൈക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. അല്ലെങ്കിൽ നമ്മൾ വന്ന് പെട്ടെന്ന് നമ്മളെ പോലുള്ള ആൾക്കാർ വന്ന് ചിലപ്പോൾ അല്ലേ, അത് നമ്മുടെ സുഹൃത്തൂടെ ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഇതിനകത്ത് പൈസ കൊടുക്കണം. പുള്ളി നമുക്ക് അത്രയും ചെയ്തു തന്നുണ്ട്. അടിപൊളി. ഇത് പല ഒത്തിരി ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. അവരുടെ യൂസ് ചെയ്ത അതെ അതെ ഡ്രസ്സാണ്. അഞ്ജുവിന് ഇഷ്ടപ്പെട്ടോ സാധനം? അഞ്ജുവിന് ഈ ബൈക്കിനോട് ഇഷ്ടമുള്ളതുകൊണ്ടേ ഈ ഗ്രാൻഡ് പ്രീയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബൈക്കുകൾ ഇതല്ല. ഈ ബൈക്ക് ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കര ഇഷ്ടവും, അല്ലാത്തവർക്ക് വന്നാൽ ഇതൊരു സുഖം തോന്നുകയല്ലേ. ഏതാ ഈ ബൈക്കുകളെല്ലാവേ അല്ലേ, ഭയങ്കര രസമല്ലേ ഇരിക്കുന്നതാണ്. അല്ലേ ഇതില് അടിപൊളിയല്ലേ? അടിപൊളി, ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല അല്ലേ. എനിക്ക് തോന്നി അതേ അവന് ഇതാ ഇഷ്ടം, അതോ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഈ ബൈക്കോട്ട് നമുക്ക് ചെറിയൊരു കണക്ഷൻ ഉണ്ട് അല്ലേ. റോയൽ എൻഫീൽഡ് കണ്ടില്ല, 1946 മോഡൽ സിംഗിൾ സിലിണ്ടർ അല്ലേ ഈ കാണുന്നത്. 350 cc പഴയ വണ്ടി കേട്ടോ. എങ്ങനെയുണ്ട് ഇതിനകത്ത് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? സൂപ്പർ ആയിരുന്നല്ലേ. നമ്മുടെ സുഹൃത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് കയറാനും പറ്റിയല്ലേ. ട്രോഫി നമുക്ക് അവസാനം അല്ലേ ഫോട്ടോ എടുക്കാനായിട്ട്. നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് വിട്ടാലോ? അഞ്ജുവിൻ്റെ മനസ്സ് മാറി വരുന്നുണ്ട് തോന്നുന്നു കേട്ടോ. നമ്മുടെ ഗ്രാൻഡ് പ്രീ അവിടെയൊക്കെ പോയിട്ടെ. ഇതെങ്ങനെയുണ്ട്? സ്ഥലം എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പർ, അടിപൊളി സ്ഥലമല്ലേ? അഞ്ജു ഇഷ്ടപ്പെട്ടോ? ആണോ? ഇതാണ് നമ്മുടെ നോബി സെൻ്റർ ആണ് നമ്മൾ കാണുന്നത്, അങ്ങ് കാണുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പം നമുക്കവിടെ ഇറങ്ങാൻ പറ്റില്ല, കാരണം വെച്ചാൽ എന്തോ റിനോവേഷൻ പരിപാടികളൊക്കെ നടക്കുക. അപ്പോൾ ഈ വഴി ഇങ്ങനെ ഇതിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴിയെ നമ്മളിങ്ങനെ വന്ന് കാണുകയാണ്, കണ്ടില്ലേ? ഭയങ്കര അത് ഈ താഴെ കാണുന്ന ഈ കറുത്ത സാധനമില്ലേ, അതൊക്കെ നമ്മുടെ ഇത് വന്ന് അടിഞ്ഞതാണ്, നമ്മുടെ ലാവ വന്ന് ഇങ്ങനെ അടിഞ്ഞ പ്രദേശങ്ങളാണ് ഇതെല്ലാം. ഇന്ന് നല്ലൊരു ദിവസമാണ്, ഇച്ചിരി കാറ്റുകൂടെ ഇല്ലാതെ പൊളിയായിരുന്നു അല്ലേ. എന്നാലും നല്ല കടൽ തീരമാണ്, ചെറിയൊരു കാറ്റുണ്ട്, സൂപ്പറല്ലേ. വണ്ടിയൊക്കെ അതുവഴി ഇങ്ങനെ വരും, നമുക്ക് കാണാൻ പറ്റും. അഞ്ച് നമ്മൾ ഇപ്പം ഇതൊക്കെ കണ്ട് ബീച്ചിൻ്റെ ഭംഗിയൊക്കെ കണ്ട് നമ്മൾ വന്നെത്തിക്കുക ചോക്ലേറ്റ് ഫാക്ടറിയിലാണല്ലേ. ഫിലിപ്പൈനിൽ വരുമ്പോൾ സന്ദർശിക്കേണ്ട ഒരു മനോരമ സ്ഥലമാണ് ഈ ചോക്ലേറ്റ് ഫാക്ടറി. നമുക്ക് അകത്തോട്ട് കയറി കൂടുതൽ കാഴ്ചകൾ കണ്ടാലോ? സാറിന് വാട്ടർഫോൾസ് അല്ലേ, ചോക്ലേറ്റിൻ്റെ വാട്ടർഫോൾസ് കാണണോ? 400 കിലോഗ്രാം ഓഫ് ചോക്ലേറ്റ് എവറി 3 minutes. ഇപ്പം താഴ്ത്ത് വരില്ല, കണ്ടോണേ. ഇപ്പം ആ മഞ്ഞയിലടിക്കുമ്പം വാട്ടർഫോൾസ് റെഡി. നീ കണ്ടോണ്ട് വാട്ടർഫോൾസ് ഉണ്ടോ? ചോക്ലേറ്റിൻ്റെ വാട്ടർഫോൾ കണ്ടോ? കണ്ടോ? ഇപ്പം വരും. സാധാരണ വെള്ളത്തിൻ്റെ വാട്ടർഫോൾ, ചോക്ലേറ്റ് വാട്ടർഫോൾ. 1 2 3 ചോക്ലേറ്റിൻ്റെ വാട്ടർഫോൾ. നമ്മുടെ ചോക്ലേറ്റ് ഫാക്ടറി ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, പിള്ളേരെ കളിപ്പിക്കാനുള്ള ഓരോ പരിപാടികളൊക്കെ ഉണ്ട്. അവള് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ചോക്ലേറ്റിൻ്റെ കാണിച്ച് നമുക്ക് ടിക്കറ്റ് പോകണക്കുള്ള അത് ഇങ്ങനെയുള്ള കുറേ അല്ല ചോക്ലേറ്റ് ഇതുണ്ട്. ഈ ചോക്ലേറ്റൊക്കെ കയറുമ്പോൾ ടിക്കറ്റിൻ്റെ കൂടെ കിട്ടും. കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടല്ലേ, നല്ല ചോക്ലേറ്റാണ്, ഹോം മെയ്ഡ് ചോക്ലേറ്റുമാണ്. ഇത് ഈ ഗെയിം കളിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇത് പോകണക്കുള്ള ചോക്ലേറ്റ് ബോൾസ് കിട്ടും. ഈ ചോക്ലേറ്റ് അവൾ ചോക്ലേറ്റ് ഐസ്ക്രീം കഴിക്കുന്നു. ഇഷ്ടപ്പെട്ടോ? അവൾ ഷൈയാ. നമ്മളൊരു കോഫിക്ക് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണല്ലേ. ക്ഷീണിച്ചു, നല്ലൊരു കുഴപ്പമില്ല. എങ്കിലും നമ്മൾ ആ യാത്രയുടെ ഒരു അല്ലേ
നല്ല സ്ഥലങ്ങൾ സൂപ്പറല്ലേ. അതെ, മനുഷ്യന് പകരം അല്ലേ നമ്മുടെ റോബോട്ടുകളായപ്പോൾ എന്തുമാത്രം അല്ലേ. പക്ഷെ ഇവർ അല്ല റോബോട്ടുകളാണ് കൊണ്ടുവന്നല്ലേടി. ആ മെഷീനെ കൊണ്ടുവന്നത് അവൻ പോവാ ടാറ്റ പറഞ്ഞത്. ആ മെഷീനെല്ലാം കൊണ്ടുവന്നോ. പുള്ളി പോവാ തിരിച്ച് ബാക്ക് അവിടെ അവരുടെ ഓഫീസിൽ പോകണ്ടോ. അതുകൊണ്ട് കണ്ടോ പോകുന്നുണ്ടോ. അല്ലേ, ഓരോ കാലം പോയ പോക്കേ നമുക്കൊരു 10 കൊല്ലം മുമ്പ് ഇത് ചിന്തിക്കാൻ പറ്റുമായിരുന്നു അല്ലേ. നിങ്ങൾ സ്വന്തമാക്കാൻ ഇത്രയും പുരോഗമനം അവിടെ കിടന്നാൽ മതി. പുരോഗമനം വേണം, പുരോഗമനം. ഈ പട്ടിക്കാട്ടിലത്തെ പുരോഗമനം. അതെ അതെ, ഇത് കണ്ടതേ ഇതിൻ്റെ കൂടെ ചോക്ലേറ്റ് ഉണ്ടല്ലേ. നമ്മളത് കുച്ചിട്ട് പോയതല്ലേ. അങ്ങനെ അല്ല, മൊറോ സൂപ്പർ സ്ഥലമല്ലേ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സ്ഥലം. എനിക്ക് കുഗ്രാമങ്ങളാണ് ഇഷ്ടം ഈ സിറ്റിയെക്കാട്ടിലും. നമ്മുടെ ടീയും നമ്മുടെ കോഫിയും കപ്പുച്ചിനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചായ കുടിച്ചിട്ട് ചോക്ലേറ്റ് ഫാക്ടറി ഒക്കെ ഉണ്ട്. നമ്മൾ എത്തി നിൽക്കുന്ന വിക്ടോറിയയുടെ അഭിമാനമായ ബൊന്താഗിയുടെ അഭിമാനമായ ഡീസാലിനേഷൻ യൂണിറ്റിലാണ്. ഇതിൻ്റെ പ്രത്യേകത എന്നാ അറിയോ, നമ്മുടെ തൊട്ട് പുറകെ കാണുന്ന ഡീസാലിനേഷൻ യൂണിറ്റ്. അതായത് ഈ പണ്ട് കാലത്ത് മെൽബണിലോട്ടൊന്നും വെള്ളമില്ല, ഡ്രൗട്ട് ഉണ്ടാകുന്ന സമയത്ത് കടലിൽ നിന്ന് വെള്ളം ശുദ്ധീകരിച്ചുകൊണ്ട് പോകാനായിട്ട് ഉണ്ടാക്കിയ ഒരു സംരംഭമാണ്. പക്ഷേ മെൽബണിലൊക്കെ അത് കഴിഞ്ഞ് മഴയൊക്കെ വന്നു. പിന്നെ അവർ അത്രയും വെള്ളം ഒന്നും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നില്ല, എങ്കിലും ചെറിയ തോതിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഭൂമിക്ക് അടിയിൽ കൂടി ഇങ്ങനെ കിടക്കുകയാണ് കുഴൽ. അതാണ് ഡീസാലിനേഷൻ. പ്രോസസ്സിംഗ് ഉണ്ട്. എഞ്ചിനീയർമാരൊക്കെ പണ്ട് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അധികം ഇല്ല. ഇപ്പം ഈ മഴ ഉള്ളതുകൊണ്ടേ അതിന് അത്രയും ഉൽപ്പാദിപ്പിക്കുന്നില്ല, വെള്ളം ശുദ്ധീകരിക്കുന്നില്ല. ഇങ്ങനെ ഡീസാലിനേഷൻ യൂണിറ്റ് പല ഭാഗങ്ങളുണ്ടല്ലോ ഓസ്ട്രേലിയയുടെ. അതിലൊന്നാണ് നമ്മുടെ ഈ പുറകെ കാണുന്ന മനോഹരമായ സ്ഥാപനം. ഇതാണ് അപ്പോൾ നമ്മുടെ ഡീസാലിനേഷൻ യൂണിറ്റ്. കണ്ടോ, ഇതാണ് നമ്മുടെ ഈ സ്ഥാപനം ഡീസാലിനേഷൻ യൂണിറ്റ്. ഈ കാണുന്ന ഡീസാലിനേഷൻ യൂണിറ്റ് കണ്ടോ. നമ്മളിങ്ങനെ അവിടെ നിന്ന് വരുമ്പോൾ ഇത്രയും വലിയൊരു കെട്ടിടം ഉണ്ടെന്ന് നമ്മൾ തോന്നുന്നില്ല. അതായത് ഒന്നുമില്ലെന്നല്ലേ തോന്നുള്ളൂ. മേളിൽ ഇങ്ങനെ പുല്ല് നിൽക്കുന്നല്ലേ കാണുള്ളൂ. നമുക്ക് ഇങ്ങനെ നടക്കാൻ കേട്ടോ, അതുവഴിയൊക്കെ ഇങ്ങനെ നടന്നു പോകാം. ഇതിനകത്ത് ടൂറുണ്ട്, ഇടയ്ക്കില്ല, ചില സമയങ്ങളിൽ ടൂറുണ്ട്. അത് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്താൽ എങ്ങനെ അതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ നമ്മളെ കാണിച്ചു തരും. നേരത്തെ ഇവിടെ ഒത്തിരി എഞ്ചിനീയർമാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇഷ്ടംപോലെ മൊയിലല്ലേ. മൊയിൽ ഇഷ്ടംപോലെ മൊയിൽ കൊണ്ട് അതുകൊണ്ട് വെനമസ് സ്നേക്ക് ഉണ്ട്. അത് അവിടെ എഴുതി വെച്ചു. നമ്മുടെ ഇതുണ്ടല്ലോ ടൈഗർ സ്നേക്കും മറ്റേ നമ്മുടെ റെഡ് ബെല്ലിയും ഒക്കെ. ഈ ടൈഗർ സ്നേക്ക് റെഡ് ബെല്ലിയും ഒക്കെ ഏതെങ്കിലും ഒരെണ്ണം ടെറിട്ടറി ആയിരിക്കും. ഒരെണ്ണം പോയി കഴിയുമ്പോൾ അടുത്ത് ഇൻവേഷൻ ചെയ്താ അങ്ങനെയാണ് കൂടുതലായിട്ട്. മെയിനായിട്ട് ഇവിടെ കാണുന്നത് കോപ്പർ ഹെഡ് ടൈഗർ അങ്ങനെയൊക്കെയാണ് ഇവിടെ കാണുന്നത്. പക്ഷെ അതിന് നമ്മൾ ഇന്ന് കണ്ടില്ല അൺഫോർച്ചുനേറ്റ്ലി. ഭാഗ്യമില്ല. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾ വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ നിന്ന് നമ്മുടെ മെൽബൺ ഉൾഗ്രാമത്തിലെത്തി. മെൽബണിലെ ഉൾഗ്രാമത്തിൽ മെൽബണിലെ ഉൾഗ്രാമം. നമുക്ക് ഈ ഗ്രാമമാണ് ഇഷ്ടം. ഗ്രാമത്തിൽ കൂടെ അലഞ്ഞിരുന്ന ആൾക്കാരാണ് നമ്മൾ. വെസ്റ്റേൺ ഓസ്ട്രേലിയ ഉൾഗ്രാമത്തിൽ നിന്നും അതെ മെൽബണിലെ ഉൾഗ്രാമത്തിൽ. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. 5 ഇങ്ങോട്ട് നീങ്ങെന്ന് പറയൂ. എന്ത് പറയണം? സൂര്യൻ അങ്ങ് പതപ്പിക്കല്ലേ. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതെ. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമസ്കാരം.